ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെങ്ങനെയാണ് ഒരു മികച്ച മനുഷ്യനാവുക? ഇപ്പോൾ ഞാൻ ജനിച്ചു, അതിനുശേഷം ഞാൻ എൻ്റെ കുടുംബത്തിൽ വളരുന്നു. അങ്ങനെ വളരുന്നു, എനിക്ക് അത്യാവശ്യം എഡ്യൂക്കേഷൻ കിട്ടുന്നു, അതിനുശേഷം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുന്നു, എനിക്കൊരു തോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ ഞാനൊരു മികച്ച മനുഷ്യനായിട്ട് എങ്ങനെയാണ് മാറുന്നത്? അപ്പോൾ അത് പലപ്പോഴും ഭയങ്കര എന്താ പറയുക, സംവാദത്തിന് ഉതകുന്ന ഒരു ചോദ്യമാണ്. ഒരു മനുഷ്യന് ജനറ്റിക്കലായിട്ട് കിട്ടുന്ന സവിശേഷതകൾ കൊണ്ടാണ് ഒരാൾ മികച്ച മനുഷ്യനാകുന്നത് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വാദിക്കും എന്താണ്, അങ്ങനെയല്ല, ഒരാൾ വളരുന്ന സാഹചര്യത്തിനാണ് ഒരാളെ മികച്ച മനുഷ്യനാക്കാൻ സാധിക്കുക എന്ന് വാദിക്കുന്ന വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണെന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അതായത് ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും സ്വാധീനിക്കും, അതുപോലെ തന്നെ സാഹചര്യങ്ങളും സ്വാധീനിക്കും ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സിനിമകളൊക്കെ ഉണ്ട്. ഐഡൻറ്റിക്കൽ ട്വിന്നുകളായിട്ടുള്ള രണ്ടാൾക്കാർ രണ്ട് രാജ്യങ്ങളിൽ വളരുന്നു എന്ന് വിചാരിക്കുക. അവരുടെ ചിന്താഗതിക്കകത്ത്, അവരുടെ ഒരു അപ്രോച്ചിനകത്തും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതികളും മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജനറ്റിക്സ് മാത്രമല്ല, അതിലുപരിയായിട്ട് വളരുന്ന സാഹചര്യം കൂടി ഒരു വ്യക്തിയെ നല്ലത്, മോശം, അല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നൊക്കെ തീർച്ചയായിട്ടും തീരുമാനിക്കുന്നതിന് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ അകത്തും. ബിസിനസ്സിന് സ്വന്തമായിട്ട് കുറേ ശേഷികളുണ്ടാവും. ആ ശേഷികൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മനുഷ്യൻ്റെ കാര്യത്തിൽ ജനറ്റിക്കലായിട്ട് കിട്ടുന്നത് പോലെയുള്ള ശേഷികളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുമാത്രമായിരിക്കില്ല ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ഉപരിയായിട്ട് ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന, എന്നാൽ ബിസിനസ്സിൻ്റെ കൺട്രോളിലില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പലപ്പോഴും എൻവയോൺമെൻറ്റ്, ചുറ്റുപാട് എന്നൊക്കെ വിളിക്കുന്നത്. അതും കൂടിയുടെ ഒരു ഇൻട്രാക്റ്റിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബിസിനസ് അവരുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു ബിസിനസ് എപ്പോഴും എന്തിനാണ് ഫോം ചെയ്യുന്നത്? അവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അതിനെയാണല്ലോ ബിസിനസ് ഓർഗനൈസേഷൻ എന്നൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് പറയാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ മാറുന്നത് കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ മാർച്ച് നമുക്ക് സക്സസ്ഫുള്ളി പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബിസിനസ്സിനെ മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പറയുന്നത്, ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, സ്കാൻ ചെയ്യണം, മോണിറ്റർ ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതിനായിട്ട് ഇഗ്നോ എന്ത് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ടുള്ളൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൻ്റെ പേരാണ് MCO ഫോർ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 21 യൂണിറ്റുകളുണ്ട്. 5 മൊഡ്യൂളുകളിലായിട്ടാണത് കിടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനും, അതുപോലെ തന്നെ എഡ്ജിൻ്റെ ഇൻട്രാക്റ്റീവ് പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ എഡ്ജാണ് ഈ ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എഡ്ജിലേക്ക് സ്വാഗതം ചെയ്യാനുമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന 2 സ്വാഗതങ്ങളും ഒരുമിച്ച് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് നമുക്ക് വെറുതെ ഒരു ഡെഫിനിഷൻ എന്നുള്ള അർത്ഥത്തിൽ നോക്കാം. ദ സം ടോട്ടൽ ഓഫ് ഓൾ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് എ കമ്പനീസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിറ്റുവേഷൻ. അതായത് ഒരു കമ്പനിയുടെ മുഴുവനായിട്ടുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആ കമ്പനിയുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ മുഴുവൻ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ പറയുന്ന എൻവയോൺമെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നത്. അത് ഡൈനാമിക് ആയിരിക്കും, കൺസിസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വളരെ കോംപ്ലക്സ് ആണ്, ഇൻ്റർ കണക്റ്റഡുമാണ്. അതായത് ഒരു ഉദാഹരണത്തിന് നമുക്ക് ഏതൊക്കെ രീതിയിലേക്കുള്ള എൻവയോൺമെൻറ്റുകളാണ് ഉള്ളതെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നോക്കൂ, ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളുടെ ജീൻ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ശേഷി എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നുള്ള അർത്ഥത്തിലേക്ക് നോക്കാം. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്,
ഓക്കെ. അതെന്തൊക്കെയായിരിക്കും? ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ശേഷികൾ, ഫിനാൻഷ്യൽ ശേഷികൾ, ഒരു കമ്പനിയുടെ വിഷൻ, ഒരു കമ്പനിയുടെ ഫിലോസഫി, ഒരു കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഒരു കമ്പനിക്കകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് കൺട്രോളുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ കമ്പനിക്ക് എന്താണ് കൺട്രോൾ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കുന്നത്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ തന്നെ നമ്മൾ എന്താണ് രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. എന്താണ്? ഏറ്റവും അടുത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കുറച്ച് ദൂരെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഏറ്റവും അടുത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് മൈക്രോ എൻവറോൺമെൻറ്റ് അല്ലെങ്കിൽ മൈക്രോ എക്സ്റ്റേണൽ എൻവറോൺമെൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ കുറച്ച് ദൂരെയുള്ളതിനാണെന്നുണ്ടെങ്കിലോ നമ്മൾ വിളിക്കുന്നത് മാക്രോ എൻവറോൺമെൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. അപ്പോൾ മാക്രോ എൻവറോൺമെൻറ്റ് ഉണ്ട്, മൈക്രോ എൻവറോൺമെൻറ്റ് ഉണ്ട്, ഒരു കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള ഇൻറ്റേർണൽ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ചേർന്നിട്ടാണ് ബിസിനസ് എൻവറോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. എന്നിരുന്നാലും നമ്മളുടെ ഈ പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഈ കോഴ്സ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഈ മാക്രോ എൻവറോൺമെൻറ്റ് എന്ന് പറയുന്ന സാധനത്തിനാണ്. എന്താണ് അപ്പോൾ ഈ മാക്രോ എൻവറോൺമെൻറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് ഒരു പ്രത്യേക എക്കണോമിക്കകത്ത് മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക് അല്ലെങ്കിൽ മാക്രോ ആയിട്ടുള്ള എൻവറോൺമെൻറ്റ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൻ്റെ നിയമം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ തോട്ട്, അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ടെക്നിക്കലായിട്ടുണ്ടാകുന്ന ടെക്നോളജിക്കലായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സൊസൈറ്റിയലായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, കൾച്ചറലായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, ഡെമോഗ്രാഫിക്കായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പം ഇന്ത്യയുടെ കാര്യം നോക്കൂ. ഇന്ത്യക്ക് 150ഓളം കോടി ജനങ്ങളുണ്ട്. പക്ഷേ ഇതിൽ തന്നെ മജോറിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന വർക്കിംഗ് പോപ്പുലേഷനാണ്. കാരണം ഇന്ത്യയുടെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സിന് താഴെയാണ് എന്നുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 30 വയസ്സായി എന്നുള്ളതല്ല. ഈ 150 കോടി ആൾക്കാരുടെ വയസ്സ് പരിഗണിക്കുമ്പോൾ അവരുടെ ആവറേജ് വയസ്സ് വരുന്നത് 29-30 വയസ്സിനാണ്. നല്ല ചുറുചുറുക്കുള്ള പ്രായമാണ്. എന്നാൽ ജപ്പാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർക്ക് 45-ന് മുകളിലാണ്, 50നോടടുത്ത് അവർ വയസ്സന്മാരായി തുടങ്ങി. ചൈനയുടെ കാര്യം ഏകദേശം 40-ന് മുകളിലായി കഴിഞ്ഞു, നമ്മളെക്കാളും പ്രായമുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു എക്കണോമിക്കകത്ത്, ഒരു ബിസിനസ്സിനകത്ത് മാറ്റം ഉണ്ടാകും. എന്താ മാറ്റം ഉണ്ടാക്കുക? ഞാനിപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നു. ആ ബിസിനസ്സിൻ്റെ അകത്ത് തൊഴിലെടുക്കാനുള്ള ആൾക്കാരെ നോക്കുന്ന സമയത്ത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ എനിക്ക് കിട്ടും. എന്നാൽ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ആ ചുറുചുറുക്കുള്ള ആൾക്കാരെ കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ അധികം വയസ്സായിട്ടുള്ള ആൾക്കാരെയാണ്, അവരെ എനിക്ക് കിട്ടുള്ളൂ. ഈ പറയുന്ന രണ്ടിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ പറയുന്ന മാക്രോ എക്കണോമിക്സ് ആയിട്ടുള്ള മാക്രോ എൻവറോൺമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമ്മളൊരു അനാലിസിസ് നടത്താറുണ്ട്. ആ അനാലിസിസിൻ്റെ പേരാണ് പെസ്റ്റൽ അനാലിസിസ് എന്നുള്ളത്. അത് ഒരു അക്രോണിമാണ്. P stands for political environment, E stands for economic environment, and S stands for social, T stands for technological, and L stands for legal, and E stands for environmental, ecological ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള എൻവറോൺമെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാര്യങ്ങളെ, മാക്രോ എൻവറോൺമെൻറ്റിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത്, നമ്മളുടെ ഈ കോഴ്സിൻ്റെ അകത്ത് 5 ബ്ലോക്കുകളായിട്ട് നമ്മളിതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇഗ്നോ തരംതിരിച്ചിട്ടുണ്ട്. ആ 5 ബ്ലോക്കിലൂടെ ആദ്യത്തെ ബ്ലോക്കിലൂടെ പറയാൻ ശ്രമിക്കുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ എൻവറോൺമെൻറ്റിനെ സംബന്ധിച്ചാണ്. ഒരു 4-5 യൂണിറ്റ് അതിനകത്തുണ്ട്. ഇതുപോലെ തന്നെ ലീഗൽ എൻവറോൺമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് കമ്പനി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ പടുത്തുയർത്തുന്ന സമയത്ത് നമുക്ക് മിനിമം അറിഞ്ഞിരിക്കേണ്ടുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമുക്ക് ക്യാപിറ്റൽ അറേസ് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റുകൾ, ഫിനാൻഷ്യൽ മാർക്കറ്റുകളാണ് നമ്മുടെ രാജ്യത്തിലുള്ളത്, ആരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എക്കണോമിക് എൻവറോൺമെൻറ്റ് ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ മുഴുവൻ സിസ്റ്റം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത്, എത്തരത്തിലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റുകളാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും 1991 ശേഷം ഇന്ത്യ LPG ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണോ? അല്ല. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി നമ്മൾ 1991 ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം എന്തായിരുന്നു? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം മുതൽ നമ്മളൊരു വേറെ ചിന്താഗതിയിലായിരുന്നു. കാരണം ലോകത്തിനകത്ത് പ്രധാനപ്പെട്ട 2 എക്കോണമികളാണുള്ളത്. ഒന്ന് കമാൻഡ് ഡ്രിവൺ ആയിട്ടുള്ള എക്കോണമി, മറ്റൊന്ന് മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള എക്കോണമി. കമാൻഡ് ഡ്രിവൺ ആയിട്ടുള്ള എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേറ്റിന്, ഗവൺമെൻറ്റിനായിരിക്കും കൂടുതൽ റോള്. മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കായിരിക്കും റോള്? ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്ന ആൾക്കാർക്കായിരിക്കും റോള്.
അപ്പോൾ ഇന്ത്യക്ക് 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു രാജ്യമായിട്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന നമ്മളുടെ പ്രഗത്ഭരായ പല പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആൾക്കാർ. അവർ കൂടിയാലോചിച്ചു, ഇത് കംപ്ലീറ്റ് മാർക്കറ്റിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ സ്ഥിതി പരമദയനീയമാകും. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലോട് കൂടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മളുടെ എക്കോണമിയെ റൺ ചെയ്തെടുക്കാൻ. അതുകൊണ്ട് തന്നെ കുറേ കൂടി കമാൻഡ് ഡ്രിവൺ ആയിട്ടുള്ള സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു എക്കോണമി ആയിരിക്കണം നമുക്ക് വേണ്ടുന്നത് എന്നുള്ളതുകൊണ്ട് അന്ന് നമ്മൾ ഏകദേശം എക്കണോമിക് പ്ലാനിങ്, 5 ഇയർ പ്ലാനിങ് എന്നൊക്കെ പറയുന്ന അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ നീങ്ങിയിരുന്നത്. എന്നാൽ പതുക്കെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന 91 കൂടിയിട്ടുണ്ടായിരുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നു. എക്കണോമിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, വേൾഡ് വാർ ഓയിൽ വാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ USSRൻ്റെ ഡിസൻറ്റിഗ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഭൂലോകം എന്ന് പറയുന്നത് ഒരു ജിയോ പൊളിറ്റിക്കലി നോക്കുന്ന സമയത്ത് നമ്മളുടെ അമേരിക്കയെ ഫോക്കസ് ചെയ്യുന്ന ഒരു രാജ്യം മാത്രമായിട്ട് മാറിയതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. ആ ഒരു ക്രൈസിസിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചോദിച്ചത് IMF പോലെയുള്ള സംഘടനകളോടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അന്ന് ഈ അമേരിക്കൻ അധീശത്വമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ എന്ത് ചെയ്യേണ്ടി വന്നു, 1991-ൽ മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള എക്കോണമിയിലേക്ക് പതുക്കെ മാറേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് 5 ഇയർ പ്ലാന് അല്ലെങ്കിൽ നമ്മളെ രാജ്യത്തുണ്ടായിരുന്ന കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടിയും വന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന എക്കണോമിക് എൻവോൺമെൻറ്റിൻ്റെ അകത്താണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എൻവോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഈ പറയുന്ന കോഴ്സിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇത് തന്നെ പലപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് പലതരം കഥകളിലൂടെയും അതുപോലെ തന്നെ പലതരം എക്സാമ്പിളുകളിലൂടെയൊക്കെയാണ്. നമുക്കതിനുള്ള എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു എക്സാമ്പിളാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ എക്സാമ്പിൾ. DVD റെൻ്റൽ പ്രോഗ്രാമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ പുതിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ട സമയത്ത് അവർ ഒരു സ്ട്രീമിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. അതവർക്ക് ഈ എൻവയോൺമെൻറ്റ് മാറുന്നത് സെൻസ് ചെയ്യാൻ സാധിച്ചുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ആമസോണിൻ്റെ കാര്യം. അവർ കൊമേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ തുടങ്ങി അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്നുള്ളത് അവർക്കത് സെൻസ് ചെയ്തുകൊണ്ടാണ്. അത് സെൻസ് ചെയ്യാൻ പറ്റാത്ത 2 ഉദാഹരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ നോക്കിയ ഫോൺ. അതായത് ഒരു കാലത്ത് 10 ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് 6ഉം 7ഉം ഫോൺ എന്ന് പറയുന്നത് നോക്കിയ ആയിരുന്നു. 10 പേരെടുത്ത് നോക്കിയാൽ 6ഓ 7ഓ പേര് ഉപയോഗിക്കുന്ന നോക്കിയ ആയിരിക്കും. കീപാഡാണെന്നുള്ളത്. സിംബേൻ എന്ന് പറയുന്ന അവരുടെ സോഫ്റ്റ്വെയർ ആണ് അത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ 2005 ശേഷം ആപ്പിൾ വന്നു. 2008, 10 ആ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ അതിലേക്കൊന്നും അവർ ശ്രദ്ധ കൊടുക്കാതെ അവർ സിംബേനും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്മാർട്ട് ഫോൺ രംഗത്ത് ഭയങ്കരമായിട്ട് വന്നു. അത് സെൻസ് ചെയ്യാനോ അതിനനുസരിച്ച് മാറാനോ നോക്കിയക്ക് പറ്റിയില്ല. ഇതുപോലെ തന്നെയാണ് കൊട്ടക് എന്ന് പറയുന്ന കമ്പനിക്കും സംഭവിച്ചത്. വേൾഡിലെ നമ്പർ 1 ആയിട്ടുള്ള ക്യാമറ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയായിരുന്നു. പക്ഷേ ഡിജിറ്റൽ ഫോട്ടോഗ്രഫിയെ വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ട് അവരും ആ മാർക്കറ്റിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റം സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമുക്കുണ്ടാകുന്ന ഭീഷണികളെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ബിസിനസ് ചിലപ്പോൾ എന്തായി പോവും, തകർന്ന് തരിപ്പണമായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കഥകളിലൂടെ അത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 യൂണിറ്റുകൾ 5 ബ്ലോക്കുകളായിട്ടാണ് നമ്മളെ കോഴ്സിനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം 21ഓളം യൂണിറ്റുകളായിട്ടാണ് നമ്മൾ ഈ കഥ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കഥയിലേക്ക്, ഈ കോഴ്സിലേക്ക്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എഡ്ജിൻ്റെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ക്ലാസ്സിലേക്ക് ഒരുമിച്ച് കണ്ടുകൊണ്ട് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.